വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ അനാലിസിസ് നടത്തുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് ഇവിടെയായിരുന്നു അനാലിസിസ് നടത്തുന്ന സമയം ഉണ്ടായിരുന്നത്, ഈ ഏരിയയിൽ നിന്ന് വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് തന്ന് ഇപ്പോൾ റീടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് ഇവിടം വരെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ട്രെൻഡ് ലൈൻ നല്ലൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞാൽ മാത്രം താഴോട്ടേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ നിന്ന് കുറെ നേരം കളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിന്ന് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ബ്രേക്ക്ഔട്ട് താഴോട്ട് തന്നിട്ടുണ്ട്. താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാറ്റേണിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഗോൾഡൻ ലൈനും, അത് സെക്കൻഡ് ടാർഗറ്റും ഈ ഗോൾഡൻ ലൈനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് ടാർഗറ്റ് ഒരു FEG പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു FEG വരെ എത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെ പറഞ്ഞ മിക്ക കാര്യങ്ങളും അക്യുറേറ്റ് ആയിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നടത്താം. ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കിയാൽ കാണാം കുറച്ച് നേരം മാർക്കറ്റ് ഇവിടെ നിന്നതിന് ശേഷം ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് താഴത്ത് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി മുകളിലോട്ട് മാർക്ക് ചെയ്യാനുള്ള ഏരിയാസ് ഒന്ന് നമുക്ക് നോക്കാം. മുകളിലോട്ട് മാർക്ക് ചെയ്യാനുള്ള ഏരിയാസിൽ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. ഇതിന്റെ മുകളിലുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് തന്നിരിക്കുന്നത് കാണാം. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കുറച്ച് നേരം ഇവിടേക്ക് നിന്നിട്ട് നല്ലൊരു വീഴ്ചയാണ് വീണത്. ആ ഒരു വീഴ്ച വീഴുന്ന സമയത്ത് ബ്രേക്കായ ഒരു ലോ ആയിരുന്നു ഈ ഒരു ലോ. അപ്പോൾ അതിനെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കിയാൽ കാണാം ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു FEG ഏരിയ ആണ്. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തതാണ്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എക്സ്പെഷ്യലി ഒരു ട്രെൻഡ് ലൈൻ നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് സംഭവിച്ചതിന് ശേഷം, അതായത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് സംഭവിച്ചതിന് ശേഷം ഒരു തിരിച്ചുവരവ് വരികയാണെങ്കിൽ, തിരിച്ചുവരവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നിന്നിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി എടുക്കാം, ഒരു റീടെസ്റ്റിൽ എൻട്രി എടുക്കാം. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കാര്യമായിട്ട് നമുക്കൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഒരു റിസ്കി എൻട്രിയും കൂടിയാണ്. കാരണം മാർക്കറ്റ് ഇപ്പോഴും ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ട് മുകളിൽ പോയിട്ട് ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പൊ അതൊന്നും വളരെ റിസ്കി എൻട്രി ആണ്. പരമാവധി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വലിയൊരു ക്യാൻഡിലോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഔട്ട് തരണം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ 1 അവറിൽ മാർക്ക് ചെയ്ത ഏരിയ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണ്. അപ്പോൾ മാക്സിമം ക്യാൻഡിൽ പോകാനുള്ള സാധ്യത ഇവിടെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു ഏരിയയിലേക്കാണ്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി നമ്മളിപ്പോ കറന്റ്ലി കാണുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ താഴോട്ടേക്ക് തരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാത്രമല്ല, ഒരുപക്ഷെ മുകളിലേക്ക് പോയിട്ടും ഇതേ ആക്ഷൻ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ, താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ അപ്പൊ നമുക്ക് നല്ലൊരു എൻട്രി സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് 1-2 തവണ ഒന്ന് താഴോട്ടേക്ക് വന്ന് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും വരാനുള്ള സാധ്യത കാണുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ബൈ എൻട്രി എന്ന് പറയുന്നത്, അടുത്തൊരു ബൈ സാധ്യത എന്ന് പറയുന്നത്, ആദ്യത്തെ ബൈ സാധ്യത നമ്മളിവിടെ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ബൈ സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, കാരണം ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയയും കൂടിയാണ്. മാത്രമല്ല ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ ഇവിടെ നിന്നിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ബൈയിങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും താഴോട്ട് വരുന്ന. എക്സ്പെഷ്യലി മിക്കവാറും ഈ ഒരു ലെവലിലായിരിക്കും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ പാറ്റേണിലേക്ക്
നമുക്കൊരു ടാർഗറ്റ് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ താഴോട്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടോ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ആ ഒരു പാറ്റേണിലേക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എൻട്രി സാധ്യതകൾ. നമ്മൾ അപ് ട്രെൻഡിലേക്ക് കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലോട്ട് പറയാതിരുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നിട്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്, നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെൽ എൻട്രി നോക്കാം. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എന്നിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.